അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 18ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വലിയൊരു ആശയക്കുഴപ്പത്തെക്കുറിച്ചാണ്. അതാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അഥവാ അനാലിസിസ് പാരലിസിസ് എന്ന് പറയും. ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യണമോ വേണ്ടയോ, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടി ഒടുവിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ മനസ്സ് വല്ലാതെ മടുത്തു പോകുന്നൊരവസ്ഥ. ഈ ആശയക്കുഴപ്പം വലിയ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും. ഒരു ട്രെയിനർ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു തീരുമാനവും എടുക്കാതെ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് മാറി എങ്ങനെ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാമെന്ന് 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിനു മുന്നോടിയായി തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ സൈക്കോളജിയും ഇസ്ലാമും. സൈക്കോളജിയിൽ ഇതിന് ഡിസിഷൻ ഫാറ്റീഗ് അല്ലെങ്കിൽ ഓവർ അനലൈസിങ് എന്ന് പറയും. നമ്മുടെ മുന്നിൽ ഒരുപാട് ചോയ്സുകൾ വരുമ്പോൾ ബ്രെയിൻ കൺഫ്യൂഷനിലാകും. എല്ലാ വശങ്ങളും ചിന്തിച്ച് തികഞ്ഞൊരു തീരുമാനം, അതായത് പെർഫെക്റ്റ് ഡിസിഷൻ എടുക്കാൻ നോക്കുന്നത് കൊണ്ടാണ് ഈ ഒരു താമസം വരുന്നത്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മറ്റുള്ളവരുമായി കൂടി ആലോചിക്കാനും അതിനുശേഷം പൂർണ്ണമായും അള്ളാഹുൽ ഭരമേൽപ്പിക്കാനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വശാവിർഹും ഫിൽ അംരി ഫഇസ അസംത ഫതവക്കൽ അലല്ലാഹ്. കാര്യങ്ങളിൽ നീ അവരുമായി കൂടി ആലോചിക്കുക, അങ്ങനെ നീ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്. തീരുമാനങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന പ്രായോഗിക വഴികൾ നമുക്ക് നോക്കാം. ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള 5 വഴികൾ. അതിലൊന്നാമത്തേത് ഗുണദോഷങ്ങൾ എഴുതി വെക്കുക. ഒരു കാര്യത്തിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു കാര്യത്തെ നമ്മൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതി നോക്കാം. മനസ്സിൽ മാത്രം ആലോചിച്ചു കൂട്ടാതെ ഒരു പേപ്പറും പേനയും എടുത്ത് നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും 2 കോളങ്ങളായി എഴുതുക. ഇത് നിങ്ങളുടെ മുന്നിൽ കാര്യങ്ങളെ വളരെ വ്യക്തമാക്കും. അതായത് നമുക്ക് ക്ലാരിറ്റി കിട്ടുമെന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം 2 മിനിറ്റ് റൂൾ എന്ന് പറയും. ചെറിയ തീരുമാനങ്ങൾ വേഗത്തിലെടുക്കുക. വളരെ ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് സമയം കളയരുത്. ഉദാഹരണത്തിന്, എന്ത് വസ്ത്രം ധരിക്കണം, ഇന്ന് എന്ത് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഇന്ന് എന്ത് ഫുഡ് ഉണ്ടാക്കണം തുടങ്ങിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരമാവധി 2 മിനിറ്റിൽ കൂടുതൽ സമയം നൽകരുത്. ഇത് വലിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, തലച്ചോറിന് ഊർജം നൽകും. മൂന്നാമത്തെ കാര്യം ഇസ്തിഖാര നമസ്കാരം പതിവാക്കുക. അള്ളാഹുവിനോട് നന്മ ചോദിക്കുക എന്നുള്ളത്. ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ, ഉദാഹരണത്തിന് വിവാഹം, ജോലി, ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്തിഖാറ നമസ്കരിക്കുക. അള്ളാഹുവേ, ഈ കാര്യം എനിക്ക് നന്മയാണെങ്കിൽ ഇതെനിക്ക് എളുപ്പമാക്കണമേ, തിന്മയാണെങ്കിൽ ഇതിൽ നിന്ന് എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് വലിയൊരു ആശ്വാസവും സമാധാനവും നൽകും. ഇനി 4ാമത്തെ കാര്യം, പരാജയങ്ങളെ ഭയപ്പെടാതിരിക്കുക. തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ തയ്യാറാവുക. എൻ്റെ തീരുമാനം തെറ്റിപ്പോയാലോ എന്ന ഭയമാണ് പലരെയും തീരുമാനമെടുക്കുന്നതിൽ നിന്ന് തടയുന്നത്. ഓർക്കുക, തെറ്റായ തീരുമാനങ്ങളിൽ നിന്നാണ് വലിയ അനുഭവങ്ങളും പാഠങ്ങളും ഉണ്ടാകുന്നത്. പരാജയത്തെ ഭയപ്പെടാതെ ധൈര്യമായി മുന്നോട്ടേക്ക് പോവുക. ഇനി 5ാമത്തെ കാര്യം, തവക്കുൽ ചെയ്യുക. ലെറ്റ് ഇറ്റ് ഗോ. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ വിശ്വസിക്കുക. കൂടിയാലോചനകളും പ്രാർത്ഥനകളും കഴിഞ്ഞ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് വിഷമിക്കരുത്. ഫലം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. അള്ളാഹു നൽകുന്ന ഫലം എന്തായാലും അതിലെനിക്ക് നന്മയുണ്ടാകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം. ഇതിലൂടെ ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന ചാലഞ്ച് ഇതാണ്. നിങ്ങൾ കുറേ ദിവസങ്ങളായി ആശയക്കുഴപ്പം കാരണം എടുക്കാത്ത, മാറ്റിവെച്ചിരിക്കുന്ന ഒരൊറ്റൊരു തീരുമാനം, അതിനെ തിരഞ്ഞെടുക്കുക. ഇന്ന് നമ്മൾ പഠിച്ച രീതിയിൽ അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങൾ എഴുതി നോക്കി അള്ളാഹുൽ ഭരമേൽപ്പിച്ച് ഇന്ന് തന്നെ ആ തീരുമാനമെടുക്കുക. അവസാനമായി പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഭയത്തെ മാറ്റി നിർത്തുക, അള്ളാഹുൽ തവക്കുൽ ചെയ്യുക.
ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലൂടെ നമ്മൾ ഒന്നിച്ച് സമാധാനത്തിൻ്റെ പുതിയ വഴികൾ കണ്ടെത്തുകയാണ്. നാളെ തുമൈനീന സീരീസിൻ്റെ 19ാം ദിവസത്തിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.